നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. ഇതൊരു ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചവർക്ക് ഇതൊരു റിവിഷൻ ആയിട്ട് എടുക്കാം അല്ലേ. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 50 ക്വസ്റ്റ്യൻസ്, ഈ ഒരു മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 50 ക്വസ്റ്റ്യൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. മൗലിക അവകാശങ്ങൾ എത്രാം ഭാഗത്തിലാണ്? 3-ാം ഭാഗത്തിൽ. 3-ാം ഭാഗത്തിലെ മൗലിക അവകാശങ്ങൾ. രണ്ടിലും മായുണ്ട്, അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുന്നവർക്ക് ഓർത്ത് വെക്കാം കേട്ടോ. രണ്ടാമത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. അപ്പൊ അണ്ടർലൈൻ ചെയ്തോ, എന്താണ് വേണ്ടത്? ശരിയായവയാണ് വേണ്ടത്. ഒന്നാമത്തത് ന്യായവാദാർഹമല്ല. അത് ശരിയാണോ? തെറ്റാണല്ലേ. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. സോ ന്യായവാദാർഹമാണ്. അടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. ശരിയാണ്. ഭാഗം 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റാണല്ലേ. ഭാഗം 4 ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ശരിയാണ്. അപ്പൊ നമുക്ക് ശരിയായതാണ് വേണ്ടത്. ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയായത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത 2 ചോദ്യങ്ങളും ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ശരിയായവ ഇതെല്ലാം PSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണ്. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് ശരിയാണോ? തെറ്റാണ്. ഏതായിരുന്നു? അമേരിക്കൻ ഭരണഘടനയിലാണ്. ന്യായവാദാർഹമായത് ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 3ഉം 4ഉം. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം 4ഉമാണ് കേട്ടോ. അതുപോലെ തന്നെ വരുന്ന ഒരെണ്ണം കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അല്ലെ. മൗലികാവകാശങ്ങൾ 3-ാം ഭാഗത്തിൽ. ശരിയാണ്. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ് അല്ലെ. അമേരിക്കയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. അത് ശരിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ബന്ധമില്ലാത്തതാണ്, തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. 2ഉം 3ഉം തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി. ചോദ്യം എന്താണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 24-ാം ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ നിയമവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷമാണ്? 1978. 1978-ലെ 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ നിയമവകാശമാക്കി മാറ്റിയതല്ലേ. 8ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ. തൊട്ടുകൂടായ്മ നിലനിർത്തൽ ഏതാണ്? വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ 32. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്.
9ാമത്തെ ചോദ്യം, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഏതാണ് നിർവഹിക്കണമെന്നുകൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മാൻഡമസ്. 10ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ എ ആണ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ത് അവകാശമാണ്? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? 21A. 11, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്താണ്? സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 32. അപ്പൊ 32 ആണെങ്കിൽ സുപ്രീം കോടതി, 226 ആണെങ്കിൽ ഹൈക്കോടതി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഏതനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 14 അല്ലെ, അനുച്ഛേദം 14. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 13ാമത്തെ ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ സി ആണ്, മാൻഡമസ് അല്ലേ, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു. ഇനി 14ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിക്കപ്പെടുന്നു. ശരിയാണല്ലേ. 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 20ഉം 21 ഒഴിച്ചുള്ള ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും മരവിക്കപ്പെടുന്നതാണ്. 352 വകുപ്പ് പ്രകാരമുള്ള അടിയന്തരാവസ്ഥ ഏതാണ്? ദേശീയ അടിയന്തരാവസ്ഥ അല്ലേ. ഇനി മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്, അതും ശരിയാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്, അതും ശരിയാണ്. ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. 21 ആണോ? അല്ല, വകുപ്പിലല്ല, ഭരണഘടനയുടെ 19ാമത്തെ വകുപ്പിലാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് 1ഉം 2ഉം 3ഉം ശരിയാണെന്നുള്ളതാണ്. ഉത്തരം വരുന്നത് 1ഉം 2ഉം 3ഉം ശരിയാണ്. 15, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ് അല്ലെ, അനുച്ഛേദം 16. 16ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 359 വകുപ്പ് പ്രകാരമാണ്. 17ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതിക്കാണുള്ളത്. അടുത്ത ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? സ്വത്തവകാശം നിയമവകാശമാണ് അല്ലെ. 19ാമത്തെ ചോദ്യം, അസ്പശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. അത് ആർട്ടിക്കിൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടതാണ്. 20ാമത്തെ ചോദ്യം, ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം? ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം. 21ാമത്തെ ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെയാണ് നമ്മളുടെ 6 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇത് 3ഉം മൗലിക അവകാശങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഇവയെല്ലാം.
അടുത്തത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 29 തൊട്ട് 30 വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ എ ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19 അല്ലേ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 25-ാമത്തെ ചോദ്യം, നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലെ. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. 26-ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 32 ആണ്. അടുത്ത ചോദ്യം, 6 മുതൽ 17 വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 21A. 28-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 29, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. 30-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സ്വതന്ത്രത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം. സ്വതന്ത്രത്തിനുള്ള അവകാശമായിട്ട് ബന്ധപ്പെട്ട ആശയം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അതാണ് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 22 ആണ്. 31-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് അവകാശം? അപ്പൊ മൗലിക അവകാശങ്ങളിൽ അല്ലാത്ത അവകാശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. അത് മൗലിക അവകാശമല്ല, നിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമാക്കി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റിയ അവകാശം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്വത്തവകാശം അല്ലെ. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. ഇതൊക്കെ പീസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സ്വത്തവകാശം, പിന്നെ അൺടച്ചബിലിറ്റി, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 17, ഇതൊക്കെ പിഎസ്സിക്ക് ഇഷ്ടമുള്ള ആർട്ടിക്കിൾസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഏത് വകുപ്പിനെയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 32-ാം വകുപ്പിനെയാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. 34-ാമത്തെ ചോദ്യം, കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അല്ലെങ്കിൽ മാസം വരെ പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? എത്ര മാസം വരെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാസം വരെ പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏതിലാണ് ബാലവേലക്കെതിരായുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേലക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് അവകാശത്തിലാണ്? ഓപ്ഷൻ സി ആണ്. ചൂഷണത്തിനെതിരെയായുള്ള അവകാശം. ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? ആർട്ടിക്കിൾ 24 ആണ് കേട്ടോ. ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ബാലവേലക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആർട്ടിക്കിൾ 24 പരാമർശിച്ചിരിക്കുന്നത്.
അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 21A അല്ലേ. 37ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതി. വർഷം ഏതാണ്? 1978. 38ാമത്തെ ചോദ്യം, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ഏതാണ് അനുച്ഛേദം വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, 226. 32 എന്തായിരുന്നു? സുപ്രീം കോടതിയുടെ. 39ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയില് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, കുറ്റം ചെയ്തവരെ സംബന്ധിച്ചിട്ടുള്ള അവകാശം. അത് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുത്തിയതല്ല. ബാക്കി മൂന്നും സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ആർട്ടിക്കിൾ 19 താഴെ പറയുന്നതിൽ ഏത് അവകാശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതില്? ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 പറയുന്നത് അല്ലേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശമാണ്. ബാക്കി രണ്ടും മൗലിക അവകാശമല്ല. അപ്പൊ വരുന്നത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. 42, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 പറയുന്നത്. 43ാമത്തെ ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതൊക്കെയാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സമീപിക്കാവുന്ന കോടതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 3 ശരിയാണ്. 44ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. മതസ്വാതന്ത്ര്യത്തില് പെടാത്തത് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ആദ്യം ഇഷ്ടമതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം അതുണ്ട്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കാനുള്ള അവകാശം അതും ഇതിൽ ഉൾപ്പെടും. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. അതും ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെയുള്ള വകുപ്പുകളിൽ ഉൾപ്പെടുന്നതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം അത് 25 തൊട്ട് 28 വരെയുള്ള ആർട്ടിക്കിളിലല്ല ഉൾപ്പെടുന്നത്. അത് ആർട്ടിക്കിൾ 30 അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 45ാമത്തെ ചോദ്യം, അന്യായമായ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. അന്യായമായ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ്. എന്താണ്? ഹേബിയസ് കോർപ്പസ്. 46ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? 6 മൗലിക സ്വാതന്ത്ര്യ അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 47ാമത്തെ ചോദ്യം, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 26 പ്രകാരമാണ് മതപരമായ അവകാശങ്ങൾ തീരുമാനിക്കാനുള്ള അതത് മതങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 48ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ
അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഏതാണ്? അനുച്ഛേദം 20 ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിയമ നടപടികളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹാനിക്കരുത്. 49ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. തെറ്റാണ്. ഇന്ദിരാഗാന്ധി അല്ല, മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ശരിയാണ്, നമ്മൾ തന്നെ കുറെ വട്ടപ്പ് പറഞ്ഞല്ലേ. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത്. അതും ശരിയാണ്. അപ്പൊ ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ലാസ്റ്റ് ചോദ്യം, ചേരുംപടി ചേർക്കുക. നോക്കിയാലോ. ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോ വാറന്റോ എന്താണ്? എന്ത് അധികാരത്തിൽ. പ്രൊഹിബിഷൻ എന്താണ്? റദ്ദാക്കുക. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1B, 2C, 3A, 4D. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 50 മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞു ചാനലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.